അജി കേട്ടോ, ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള പുന്നക്കല് ഇന്ന് ഏകദേശം പഠിപ്പീരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഏത് ഗിയറിലുള്ള ഉറക്കപ്പുറ സെക്കൻഡ് ഗിയർ മുന്നോട്ട് പോകും. സെക്കൻഡ് ഗിയറിൽ നമുക്ക് എത്ര സ്പീഡ് വരെ ഹൈയിൽ പോവാം? ലോ ആണെങ്കിലോ 6. അപ്പൊ മുന്നിലോട്ട് നോക്ക്. നിനക്ക് ഇനി ഇവിടെ തേർഡിൽ നമ്മൾ ഇടുന്നുണ്ടോ? ഇവിടെ ഇടാൻ പറ്റുമോ ഇല്ലയോ? നിനക്ക് ഇവിടെ തേർഡ് ഗിയറിൽ ഇടാൻ അപ്പൊ അത് ഓടിക്കുന്ന ആള് ആക്സിഡന്റ് കാലെടുക്ക്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ അങ്ങാടിന്ന് സെന്ററിൽ നമുക്ക് എങ്ങോട്ട് പോകണ്ട? റൈറ്റിലോട്ട് പോകണ്ടേ? അപ്പൊ ഇൻഡിക്കേറ്റർ റിപ്ലൈ ഇട്. അപ്പൊ നിനക്ക് ഇതിൽ ലോ 6 വരെ പോകാൻ പറ്റുള്ളൂ. അത് നിന്റെ മൈൻഡിൽ വേണം. 6 വരെ. അപ്പൊ മെല്ലെ ആക്സിഡന്റ് പോണം. പൊക്കോ മെല്ലെ മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു വണ്ടി വന്നാൽ നിർത്തേണ്ടി വരും. പോട്ടെ മുന്നോട്ട് നോക്ക്. അപ്പൊ നമ്മളിവിടെ ഏത് ഗിയറിൽ നമുക്ക് വളഞ്ഞു? 6 സ്പീഡ്. അപ്പൊ നമ്മൾ ആ സ്പീഡ് എന്തിനാന്ന് മനസ്സിലായോ? അവിടെ നമ്മൾ ചാടി കയറി ഇങ്ങോട്ട് പിടിക്കുക. ബൈക്കാരൻ പൊക്കോട്ടെ, മെല്ലെ പോകാം. കയറി പൊക്കോട്ടെ, മുന്നോട്ട് നോക്കുക. അപ്പൊ ഇത് നമ്മൾ സെക്കൻഡിലുള്ള ലോ 6 വരെ വന്നു. അപ്പൊ നമ്മൾ ആ ടൗണിൽ നിന്ന് നമ്മൾ അവിടെ തേർഡിൽ ഇടാമെന്ന് നീ പറഞ്ഞാൽ നീ മുന്നോട്ട് നോക്കണം. അവിടെ ശരിക്കും പറഞ്ഞാൽ തേർഡിൽ നിനക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഞാനിടും. അത് എക്സ്പീരിയൻസ് ആണ്. പഠിച്ചു വരുന്ന കഴിവിനനുസരിച്ച് നമുക്ക് ഗിയർ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് തേർഡ് ഗിയർ നിനക്ക് ഇവിടെ പോകാൻ പറ്റൂല്ലയോ? നിനക്കിപ്പോ ഇവിടെ തേർഡ് ഗിയർ അങ്ങനെ നമുക്ക് ഓടിക്കുന്ന ആൾക്ക് എന്ത് വേണം? ഉറപ്പ് വേണം. അങ്ങനെ നമ്മൾ പോവാട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. മുന്നോട്ട് നോക്കിയോ, മിൽമേന്റെ വണ്ടി നോക്കി പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ തേർഡ് ഗിയറിൽ പോകണമെങ്കിൽ സ്റ്റിയറിംഗ് അതേപോലെ തിരിക്കാൻ നിനക്ക് എന്ത് ചെയ്യണം? ഈ ഓടിക്കുന്ന ആൾക്ക് കഴിവ് വേണം. ആ കഴിവില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കഴിവുള്ളത്? നിനക്ക് ഒന്നായി എഴുതാൻ അറിയുള്ളെങ്കിൽ നീ ആ ഒന്ന് എന്ത് ചെയ്താൽ മതി? വൃത്തിയാക്കി എഴുതുക. അപ്പൊ 2 കിട്ടും. ആ 2ഉം 1ഉം 2ഉം എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ചു വരുമ്പോ നമുക്ക് എന്താവും? ബാക്കിയുള്ളത് കിട്ടും. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇപ്പം ഒരു ഹെവി ഡ്രൈവർ ഓടിക്കുന്ന ലെവലിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ട? നമ്മളെ വാച്ച് ചെയ്യണ്ട. നമ്മുടെക്കാളും താഴെയുള്ളവർ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് സെറ്റ് ആവും. ഓക്കെ. അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് 13ാമത്തെ പോസ്റ്റായി. നമുക്ക് 15ാമത്തെ പോസ്റ്റിന്റെ അവിടെ നമുക്ക് മേലോട്ട് കയറാണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് കയറേണ്ടത്. അപ്പൊ നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ നിർത്തണം. നിർത്തിക്കേ. അപ്പൊ കറക്റ്റ് നേരെയാക്കി നിർത്ത് വണ്ടി. ക്ലച്ച് ഫുള്ളി ഔട്ട്, ബ്രേക്ക് സോഫ്റ്റ് ആയിട്ട് ഇവിടെ നിർത്തി. സ്റ്റോപ്പ്. ഇനി നമുക്ക് വണ്ടി ഇവിടുന്ന് മേലോട്ട് കയറണം. അപ്പൊ നമുക്ക് ഏത് ഗിയറിലിടണം? വണ്ടി ഇനി മുന്നോട്ട് കയറി പോണെങ്കിൽ എന്നാ ഫസ്റ്റിലിട്ടെ? നീ 3 വർഷം കൂടിയിട്ട് ഇന്ന് കയറിയല്ലേ? നമുക്ക് ജസ്റ്റ് നോക്കാന്നേ. നമുക്ക് നല്ല റോട്ടിൽ കൂടെ മാത്രം പോരല്ലോ, ചെറിയ റോട്ടിൽ കൂടെ ഒന്ന് കയറി നോക്കണ്ടേ? അപ്പൊ ഇപ്പൊ നീ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചേക്കുവാണ്. ബ്രേക്കിന് കാലത്ത് എന്താ സംഭവിക്കുക? എങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ നമുക്ക് മെല്ലെ പൊക്കിയ വൈബ്രേഷനിലോട്ട് വരാം. പക്ഷെ ഇവിടുന്ന് ക്ലച്ച് മൊത്തമായിട്ട് മാറ്റാൻ പറ്റുമോ? വളഞ്ഞ് തീർന്ന് സ്റ്റിയറിംഗ് നേരെ ആവണം വരെ ഇല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കയറാണ്ട് ചിലപ്പം വീഡിയോ കട്ടായി പോയേക്കാം. കാരണം ഇവിടെ ഇച്ചിരി റിസ്ക് ഉണ്ട്. ചിലപ്പം ഓഫ് ആവും. പൊക്കോട്ടെ. അപ്പൊ മെല്ലെ ക്ലച്ച് നോക്കി വൈബ്രേഷൻ ഇട്ടു. സെറ്റ്. ഇനി നമുക്ക് മെല്ലെ വണ്ടി തിരിച്ചോ. ഇനി മെല്ലെ ആക്സിഡന്റ് കൊടുക്ക്. നേരെ ആക്സിഡന്റ് കൊടുത്തു. മെല്ലെ ആക്സിഡന്റ് കൊടുക്കാത്തോണ്ടാണ് കുത്തു വന്നത്. കണ്ടോ? അപ്പൊ നമ്മള് മനസ്സിൽ ഞാൻ വിചാരിച്ചു ഭയങ്കര പാട് വരുന്നു. പക്ഷെ നമുക്ക് പാട് വിടേണ്ടി വന്നോ? നീയും പറഞ്ഞ എന്നോട് എന്ത് കേറ്റുമെന്ന് ചോദിച്ചായിരുന്നോ? പക്ഷെ കേറ്റേണ്ടി വന്നോ? ഇല്ല. എങ്ങനെയുണ്ട്? അങ്ങനെയാണ് ഞാനും വിചാരിച്ചു. ഒരു ഓൺ അടിക്ക്. ഓക്കെ. മെല്ലെ പോവാണ്. പൊക്കോ. മെല്ലെ മുന്നോട്ട് നോക്കി പൊക്കോ. ഓക്കെ. പോട്ടെ. മുന്നോട്ട് നോക്കി ആക്സിഡന്റ് നേക്കില്ല. അപ്പൊ നമുക്ക് ഒത്തിരി ഒതുങ്ങുന്ന ലെവലിലായി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ? ആക്സിഡന്റ് കൊടുക്കണേ. ഇനി ഇവിടെ കയറി നമുക്ക് ഇവിടെ വണ്ടി നിർത്തണം. അപ്പൊ മെല്ലെ ആക്സിഡന്റ് കാലെടുത്ത് മുന്നോട്ട് നോക്കി. ഇച്ചിരി കൂടെ പോട്ടെ. മെല്ലെ പോട്ടെ. ഇനി ക്ലച്ച് ചവിട്ടിക്കേ, ബ്രേക്ക് ചവിട്ടിക്കേ, നിർത്ത്. അപ്പൊ ക്ലച്ച് ചവിട്ടിയോ? ഈ ക്ലച്ച് എന്തോരം ചവിട്ടാട്ടോ? ഒന്നുകൂടെ ചവിട്ടിക്കേ.